സർ, കിഫ്ബി വഴിയുള്ള വികസന ചെലവ് മേൽപ്പറഞ്ഞതിന് പുറമെയാണ്. സർ, ചുരുക്കത്തിൽ സർക്കാരിൻ്റെ വികസന ചെലവുകളുടെ കാര്യത്തിൽ ഒരു വെട്ടിക്കുറവും വരുത്തിയിട്ടില്ല. മറിച്ച് വികസന ചെലവുകൾ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് വളരുകയാണ് ചെയ്തത്. സംസ്ഥാനത്തെ ഒരു നിയമസഭാ മണ്ഡലത്തിലും സർക്കാരിൻ്റെ വികസന ചെലവുകൾ കുറഞ്ഞു എന്ന് പറയില്ല. അതുതന്നെയാണ് സർക്കാർ വകുപ്പുകളുടെ സ്ഥിതിയും. എല്ലാ പ്രദേശത്തും എല്ലാ വകുപ്പുകളിലും കേരളം പുതിയ നോർമൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. കടുത്ത കേന്ദ്ര അവഗണന ഉണ്ടായിട്ടും എങ്ങനെ പിടിച്ചു എന്നതിലാണ് ചിലർക്ക് കുണ്ഠിതം. അങ്ങനെ ഒരു സംശയം ഉണ്ടാവുക സ്വാഭാവികമാണ്. തനത് വരുമാനം ഉയർത്തിക്കൊണ്ടാണ് പിടിച്ചതെന്ന് പറഞ്ഞല്ലോ. സർ, അവഗണനയ്ക്കിടയിൽ എങ്ങനെ പിടിച്ചു എന്ന ചോദ്യമല്ലേ യഥാർത്ഥത്തിൽ നാം ചോദിക്കേണ്ടത്. കടുത്ത അവഗണന ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളം എത്രത്തോളം ഉയരുമായിരുന്നു എന്ന ചോദ്യമാണ് ഉയർത്തേണ്ടത്. ഏറെക്കാലം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്. കേന്ദ്രത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുന്ന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ കാണിക്കുന്ന ഒത്തൊരുമ പരസ്യമായ രഹസ്യമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരുമെല്ലാം ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങും. കേരളത്തിൻ്റെ കഥ ദൗർഭാഗ്യമെന്ന് പറയട്ടെ നേർവിപരീതമാണ്. കേന്ദ്ര അവഗണനയുടെ വാർത്ത പുറത്തു വരുമ്പോൾ ആഘോഷിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രകൃതി ദുരന്തകാലത്ത് പോലും അതുണ്ടായി. പക്ഷേ സമീപകാലത്തൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ കണക്കുകൾ നിരത്തിക്കൊണ്ട് കിട്ടാവുന്ന എല്ലാ വേദികളിലും അവഗണനയുടെ സത്യം ഞങ്ങൾ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വലിയ അവഗണനയുണ്ടെന്ന കാര്യം ഇപ്പോൾ വിദഗ്ധന്മാരും മാധ്യമങ്ങളും പൊതുവെ സമ്മതിക്കുന്നുമുണ്ട്. സർ, കേന്ദ്ര അവഗണനയെ പ്രതിരോധിക്കാനുള്ള ഒന്നാമത്തെ മാർഗം അനീതിയാണ് നടക്കുന്നതെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. കേരളം സംഘയുക്തമാർന്ന ഒത്തൊരുമയോടെ നിന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും.